ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. മാർക്കറ്റ് ആൾട്ട് കോയിൻസ് എല്ലാം ഡൗണിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഡൗൺ എന്ന രീതിയിൽ വന്നിട്ട് ഏകദേശം ഒരു 64,000 വന്നിട്ട് 65,000 ആണ് നിൽക്കുന്നത്. ഒരു റിവേഴ്സ് ട്രെൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 65,000 എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് തന്നെയാണ്. നിങ്ങളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിൽ ഡൗണിൽ വന്നിട്ടില്ല. വീണ്ടും റിവേഴ്സ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് പോകാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2300 റേഞ്ചിൽ നിന്ന് ഗോൾഡിൻ്റെ പ്രൈസ് ഒരു 2400 അല്ലെങ്കിൽ 2500 മുകളിൽ പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതിനോടൊപ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയ ടൈം എന്ന് പറയുന്നത് ആൾട്ട് കോയിൻസ് മിക്കതും ഡൗണിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്സിറസ് ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 0.14, ഇപ്പോൾ 0.15 ആണ് നിൽക്കുന്നത്. ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഷിബയും ഏകദേശം ഡൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1698 ആണ്. 1698 നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും നേരത്തെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡിനെയും പുതിയൊരു ഡൗൺലോഡ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ്. XRPയും താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഓക്കെ, എന്നാൽ CET ഒന്നും അത്ര വലിയ ഡൗൺലോഡ് വന്നിട്ടില്ല. CET എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 200% മുകളിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ വെർജ് എന്ന് പറയുന്നത് ഏറ്റവും ഡൗൺ എന്ന രീതി വന്നിട്ടുണ്ട്. ഏകദേശം 0.0043 ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ ഇപ്പം ബൈ ചെയ്താലുള്ളൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 100-150% ആൾട്ട് കോയിൻസ് എല്ലാം വീണ്ടും ഡൗണിലോട്ട് വരുന്നതായിരിക്കും. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ EOSും ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം മിക്ക പ്രോജക്റ്റ് ഏകദേശം നിങ്ങൾക്ക് ആൾട്ട് കോയിൻസും ബൈ റേഞ്ച് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡോഗിക്കകത്തൊരു റിസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.12 ആണ്. ഇനിയും ഏകദേശം 0.05 താഴെ വേണമെങ്കിൽ നമ്മുടെ ഡോഗിയുടെ പ്രൈസ് 0.05 താഴെ വരെ വേണമെങ്കിൽ വരാം. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് 0.12 വേണമെങ്കിലും ബൈ എടുക്കാം. അത്ര വലിയ വിഷയമില്ല. ബാറ്റ്, സിലിക്ക ഇത് രണ്ടും താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ഡോട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം $5.92 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അടുത്ത MXC ടോക്കൺ ഡൗൺ എന്ന രീതിയിലാണ്. MXC ടോക്കൺ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ഒരു $3.5 ഒരു $10 വേണമെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 2.5 ടോക്കൺ കിട്ടുന്നതായിരിക്കും. ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. പക്ഷെ അല്ലാതെ നിങ്ങൾ കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ $2.5 $2 താഴെ വരെ വീണ്ടും MXC ടോക്കൺ വരുന്നതായിരിക്കും. മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അയോട്ട ഏകദേശം 0.14 0.15 നേരത്തെ 1.4 നിന്നാണ് ഏകദേശം നമുക്ക് 0.42 വരെയൊക്കെ പോയത്. അതുപോലെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതിൽ ബൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ലോങ് ടൈമിന് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അയോട്ട. അതുപോലെ തന്നെ ഫയൽ ടോക്കൺ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഡൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഫയൽ ടോക്കൺ ഏകദേശം നമ്മുടെ ഒരു ഡിസംബർ ആ ഒരു ടൈമിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു $12 പോയിട്ട് ഇപ്പോൾ ഒരു $4 നിൽക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ $4 ഫയൽ ടോക്കൺ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഫയൽ ടോക്കൺ ആവട്ടെ ആൾട്ട് കോയിൻസ് ആവട്ടെ എല്ലാം ഡൗണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാറ്റിക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം മാർക്കറ്റ് വീണ്ടും അതേ പൊസിഷനിൽ ആൾട്ട് കോയിൻസ് മിക്കതും വന്നിട്ടുണ്ട്. പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പോയിട്ട് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ലോങ് ടൈമിന് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എതീരിയം ക്ലാസിക്കൊന്നും അത്ര വലിയ രീതിയിൽ ഡൗണിലോട്ട് വന്നിട്ടില്ല. എന്നാൽ സിലിക്കയൊക്കെ അതേ സെയിം പൊസിഷനിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയ സിലിക്ക, ബാറ്റ് ഇങ്ങനത്തെ പ്രോജക്റ്റ്. ഇനി അടുത്ത് നമ്മുടെ ഗലെ എന്ന് പറയുന്ന പ്രോജക്റ്റ് റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ബൈ ചെയ്യാം. പക്ഷേ വീണ്ടും കുറച്ചുകൂടി വേണമെങ്കിൽ ക്രാഷിലോട്ട് വീഴാം. 0.029 ആണ് നിൽക്കുന്നത്. 0.03 ഏകദേശം 0.01 ഒക്കെ വരെയാണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. CSPR ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.020 നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ
ഫോക്കസ് ചെയ്യാവുന്നതാണ്, ബൈ എടുക്കാവുന്നതാണ്. അടുത്ത് ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം $3 ഞാൻ പലതവണ പറഞ്ഞതാണ്. താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൈം ബൈ ചെയ്യാവുന്ന നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. $3 നിന്നും ഏകദേശം കഴിഞ്ഞ ജനുവരി 2023 $3 ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം $11 $11.5 വരെ നമ്മുടെ ഗേറ്റ് ടോക്കൺ പോയിട്ടുണ്ട്. ഗേറ്റ് ടോക്കൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ് ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ BNBക്കകത്ത് ഏകദേശം ഓളി അത്ര വലിയ രീതി വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡൗൺ എന്ന രീതി നല്ല രീതി വേരിയേഷൻ വന്നിട്ടുണ്ട്, ഹൈയിലും വന്നിട്ടുണ്ട്. അതിനുശേഷം സൈഡ് വൈസ് ആണ് നിൽക്കുന്നത്. ഇനി അടുത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ BNBയുടെ പ്രൈസ് പോകുന്നത്. പക്ഷേ ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുമ്പ് $25 ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് സെല് ചെയ്യാത്ത ധാരാളം പേരുണ്ട്. ഓക്കെ, ഏകദേശം കണ്ടോ $718 പോയിട്ട് സെല് ചെയ്യാത്തവരുണ്ട്. കാരണം 1000-1500 വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അത് റിസ്ക് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു $600-700 ഇടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. അല്ലെങ്കിൽ പകുതി BNB എങ്കിലും സെല് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ അടുത്ത നല്ല പ്രോജക്റ്റിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി സൊളാന എന്ന് പറയുന്ന അത്ര വലിയ രീതിയിലോട്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റിലാണ് നിൽക്കുന്നത്. സൊളാനയും ഏകദേശം വീണ്ടും മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ $80 താഴെ വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് ADA ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ആണെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്.